അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച കൂടി, ഒരു പുതിയ തുടക്കം കൂടി നവംബർ മാസത്തിൽ കർത്താവ് നമുക്ക് തന്നല്ലോ. നവംബർ മാസം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികളുടെ മാസമായി ഞാൻ ആത്മാവിലത് കാണുകയാണ്. നിങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ അസാധാരണമായ വിടുതലുകളും ഉയർച്ചകളും പുരോഗതികളും കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ ഡിസംബർ മാസം 31 മുമ്പ് നമ്മൾ എത്തേണ്ട ചില ഉയർച്ചകളും നന്മകളൊക്കെ നമ്മുടെ മുമ്പിൽ ദൈവം കരുതി വച്ചിട്ടുണ്ട്. 2025 പ്രാപിക്കേണ്ട നന്മകൾ 2025 നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ നമ്മുടെ പുറകെ കുരച്ചുകൊണ്ടുവരുന്ന എല്ലാ പട്ടികളെയും കല്ലെറിയാൻ നിന്നാൽ നമുക്ക് സമയത്തിന് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. എന്താണ് ഞാനതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? അതായത് നമ്മെ തടസ്സപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, വിമർശിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ചോദ്യം ചെയ്യുന്ന, കളിയാക്കുന്ന എല്ലാ കുരച്ചുകൊണ്ട് വരുന്ന ശബ്ദത്തിനും തിരിഞ്ഞ് ഓരോ കല്ല് തപ്പിയെടുത്ത് എറിയാൻ നിന്നാൽ ആയിരക്കണക്കിന് പട്ടികളെ എറിയേണ്ടി വരും. നമുക്ക് ലക്ഷ്യത്തിലെത്താനും കഴിയില്ല. നമ്മൾ ഇറങ്ങിത്തിരിച്ചത് ലക്ഷ്യത്തിലേക്ക് പോകാനാണ്. അതുകൊണ്ട് പിൻപിലുള്ളതിനെ മറക്കുക, മുൻപിലുള്ള ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ടും ഓടുക. അതിനുള്ള ബലവും കൃപയും കർത്താവ് തരട്ടെ. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ 12-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം മുതൽ നമുക്കിന്ന് ചിന്തിക്കണം. അപ്പോസ്തലനായ പത്രോസ് ജയിലിൽ കിടന്നപ്പോൾ, ആ ജയിലിൽ കിടക്കുന്ന ആ സമയത്ത് സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നേരം വെളുത്താൽ പത്രോസിനെ വാളുകൊണ്ട് കൊല്ലണം. യാക്കോബിനെ കൊന്നപ്പോൾ യഹൂദന്മാർക്ക് പ്രസാദമായതുകൊണ്ട് പത്രോസിനെയും പിടിച്ചിരിക്കുകയാണ്. ഹെരോദ രാജാവിന് യഹൂദന്മാരുടെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കുറേ പരിപാടികളാണ്. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ശക്തി നമുക്കവിടെ കാണാം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതികൾ നീങ്ങിപ്പോകില്ല. ചില തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഉപവാസവും പ്രാർത്ഥനയും ആറ്റ കൈയാണ്. ഇതിനപ്പുറത്തേക്ക് യാതൊരു പരിപാടിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി ഒരു വിഷയത്തിൻ്റെ മേൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കാനിരുന്നാൽ ആ വിഷയത്തിൽ മാറിപ്പോകേണ്ടത് മാറിപ്പോകും, ചേർന്ന് വരേണ്ടത് ചേർന്ന് വരും. അതുകൊണ്ട് നിങ്ങളതിനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച ശേഷം വേറെ ഒന്നിലേക്കും തിരിയണ്ട. കർത്താവിലും അവൻ്റെ ആമിത ബലത്തിലും ശക്തിപ്പെട്ട് കർത്താവിനെ കൊണ്ട് ആ കാര്യം ചെയ്യിക്കുക. കർത്താവ് അത് ചെയ്യും. എന്തിനാണ് ഉപവസിക്കുന്നത്? വിശന്നിരിക്കുന്ന കാണുമ്പോൾ കർത്താവിനെ കരുണ തോന്നി തരുന്നതല്ല. നാം ഉപവസിക്കുമ്പോൾ നാം മാനസാന്തരപ്പെടുകയാണ്, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുകയാണ്, വേദപുസ്തകം വായിച്ച് നമ്മെ തന്നെ ട്യൂൺ ചെയ്യുകയാണ്, അപ്ഗ്രേഡ് ചെയ്യുകയാണ്, നമ്മെ നാം മാറ്റുകയാണ്, നാം ദൈവത്തിൻ്റെ വഴികൾ അറിയുകയാണ്. അതാണ് ഉപവാസ പ്രാർത്ഥന. നന്മ ചെയ്യുന്നതാണ് ഉപവാസ പ്രാർത്ഥന എന്ന് യെശയ്യാവിൽ പറയുന്നു. അപ്പോൾ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ നമ്മൾ ശക്തിയെ പുതുക്കുകയാണ്. ഒരു കഴുകൻ വീണ്ടും ഒരു പുതിയ പറക്കലിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെയാണ് ഉപവാസവും പ്രാർത്ഥനയും. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ, എന്നാൽ ഇടയ്ക്കൊക്കെ ഉപവസിക്കുകയും വേണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങളുടെ പ്രാപ്തി പോലെ നിങ്ങൾക്ക് ഉപവസിക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ മാറ്റിയിരുത്തുവാൻ നിങ്ങൾ അഭ്യസിപ്പിക്കുക. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് നൽകും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ പത്രോസിനെ കർത്താവിൻ്റെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥിച്ച മർക്കോസിൻ്റെ വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പത്രോസ് പോവുകയാണ്. കാരണം പ്രാർത്ഥിച്ചവരോട് ഇനി മതി, ഞാൻ പുറത്തു വന്നു എന്ന് പറയണം. പലപ്പോഴും പലരും ഞങ്ങൾക്ക് പ്രാർത്ഥന വിഷയം അയക്കാറുണ്ട്. മോളുടെ കല്യാണം നടക്കണം, മോളുടെ കല്യാണം കഴിഞ്ഞ് കൊച്ചായാലും കൊച്ചിൻ്റെ കൊച്ചായാലും ഞങ്ങളിവിടെ അറിയാറില്ല. പ്രാർത്ഥിക്കണം എന്ന് പറയും, ദൈവം ചെയ്ത ഉപകാരവും കൂടി ഒന്ന് പറയണ്ടേ. പത്രോസ് ചെന്ന്
മർക്കോസിൻ്റെ വീട്ടിൽ ചെന്ന് കതകിന് തട്ടി മതി പ്രാർത്ഥിച്ചത്. ഇതാ മറുപടി, ഞാനിവിടെ നിൽക്കുന്നു. ഏത് പ്രാർത്ഥനയ്ക്കും ഒരു ഫുൾ സ്റ്റോപ്പുണ്ട്. മറുപടി ലഭിക്കുന്ന, സന്തോഷത്തിൻ്റെ, ആശ്ചര്യം വരുത്തുന്ന, സന്തോഷത്തിൻ്റെ കണ്ണ് നിറയ്ക്കുന്ന ഒരു റിസൾട്ട് അതിനുണ്ട്. മതി, ഇനി ഈ വിഷയം പ്രാർത്ഥിക്കേണ്ട. ഇതാ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി, ഞാനിവിടെ നിൽക്കുന്നു. അതായിരുന്നു പത്രോസ് അവിടെ വന്നതിൻ്റെ കാരണം. എന്നിട്ട് 18-ാം വാക്യം, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമമുണ്ടായി. പത്രോസ് പോയി മർക്കോസിന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് താൻ വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് 17-ാം വാക്യത്തിൽ. സ്ഥലമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, ലൊക്കേഷനൊന്നുമില്ല. ഇവിടെ നിന്ന് മാറണം, കാരണം ഇനി ഇവരുടെ പട്ടാളം, ഹെരോദാവിൻ്റെ പട്ടാളം മുഴുവൻ അരിച്ചു പെറുക്കും. പടയാളികൾ പേടിച്ചുപോയി. അവരെ വാതില് അടഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ പട്ടാളക്കാർ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് എല്ലാ വാതിലും തുറന്നു കിടക്കുന്നു. തുറക്കുന്നത് ആരും കണ്ടില്ല. പട്ടാളക്കാര് ആകെ പരിഭ്രമത്തിലായി. അടുത്ത വാക്യം, ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണാകയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലാൻ കൽപ്പിച്ചു. 4 പേര് വെച്ച് 4 തവണ, അപ്പം 4 16 പേര്. പിന്നെ ഓരോ വാതിക്കലും 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ 3 വാതിൽ, അങ്ങനെ 6ഉം ഒരു 20ഓളം പട്ടാളക്കാർക്ക് മരണഭീഷണിയാണ് ഹെരോദാവ് കൊണ്ടുവന്നത്. അവരെ കൊല്ലുവാനായിട്ട് കൽപ്പിച്ചു. കൊല്ലുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ല, അതിനെ വിസ്തരിച്ചു കൊല്ലണം. കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലാൻ കൽപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ കാവൽക്കാരെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്നായിരിക്കും എൻ്റെ ഊഹം. കാരണം പിന്നീട് ചരിത്രം നോക്കുമ്പോൾ ഹെരോദാവ് അവിടെ ഇല്ല. അതോടുകൂടി കാര്യങ്ങളൊക്കെ മാറി മറിയും. ഹെരോദാവിൻ്റെ മരണത്തോടുകൂടി കാര്യങ്ങളൊക്കെ മറിഞ്ഞു കാണും. കാരണം ദൈവത്തിന് വേണ്ടി നിന്ന ഒരു പത്രോസ് പുറത്തു വരുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ദോഷമാകില്ല. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ ആർക്കും ദോഷമില്ല. ഏറ്റവും ദുഷ്ടനായ ബറാബാസിന് പോലും അത് നന്മയായി. മാത്രമല്ല പീലാത്തോസും ഹെരോദാവും കൂട്ടുകാരായി. തിന്മകൾ മാറിപ്പോകുന്നതാണ് യേശുവിൻ്റെ ക്രൂശിൽ കാണുന്നത്. അതുപോലെയാണെങ്കിൽ പത്രോസ് പുറത്തു വന്നതിനെ ചൊല്ലി ആരെയും കൊല്ലാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം 10-20 പട്ടാളക്കാർ ചാകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഓരോ ആത്മാവിനും വിലയേറിയതല്ലേ. അതുകൊണ്ട് തന്നെ പ്രയോജനമുണ്ട്. അതുകൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്താൽ അതിൽ മരണമുണ്ടാകത്തില്ല. എന്നാൽ ന്യായവിധി പലയിടത്തും ദൈവം ചെയ്യാറുണ്ട്. അത് മറ്റൊരു കാര്യം. ഏതായാലും ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 20 മുതൽ വായിക്കുമ്പോൾ, അവൻ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്തു നിന്ന് തങ്ങളുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏകമനസ്സോടെ അവൻ്റെ അടുക്കൽ ചെന്നു. രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്നവരോട് പ്രസംഗം കഴിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് ഒരു ഡേറ്റ് നിശ്ചയിച്ചു. ആ ദിവസമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ദൈവം നിശ്ചയിച്ച ദിവസമായിരുന്നു. ഇവന്റെ അവസാന ദിവസമാണ്, ഇവന്റെ മരണ ദിവസമാണ്. കാരണം പത്രോസിനെ ജയിലിൽ നിന്ന് തുറന്ന് പുറത്തു കൊണ്ടുവന്ന ആ ദൈവദൂതൻ തൻ്റെ ദൗത്യം തീർത്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടില്ല. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ പ്രശ്നത്തിന് കാരണക്കാരനായ ഹേരോദാവിൻ്റെ അഹങ്കാരത്തെ ഇതോടുകൂടി അവസാനിപ്പിക്കുക. സ്വർഗത്തിലെ ഒരു ദൂതൻ, യേശു ഒരിക്കൽ പീലാത്തോസിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ എത്രയോ ദൈവദൂതന്മാർ എനിക്ക് സൈന്യമായിട്ട് ഇറങ്ങി വരും.
12 ലീജിയൻ. 12 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ്. ഒരു ലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു 6000 തൊട്ട് 8000 വരെയുള്ള ഒരു ബറ്റാലിയനാണ്, ഒരു പട്ടാളമാണ്. അതുകൊണ്ടാണ് ഭൂതഗ്രസ്തം പറഞ്ഞത് ഞങ്ങൾ അനേകരാകുന്നു, ലഗ്യോനാണ്, ഒരു ബറ്റാലിയനാണ്. പിശാച് ചിലരിലോട്ട് കയറുന്നത് ഒരു പട്ടാളം പോലെയാണ്. അവരൊന്നിച്ചാ നിൽക്കുന്നത്. ആ രാജ്യം ചിതറിക്കുന്നില്ല, ചിതറിച്ചാൽ നിലനിൽപ്പില്ല. അവർ ഭയങ്കര സ്നേഹത്തിലാണ് പിശാചുക്കൾ തമ്മിൽ. അപ്പോൾ യേശു പറഞ്ഞു 12 ലീജിയൻ. കർത്താവിന് കണക്കറിയാം എത്ര പേരിവിടെ ഇറക്കണമെന്ന്. അന്ന് റോമൻ പട്ടാളക്കാരെ, അന്നത്തെ സൈന്യത്തെ മുഴുവനും മറിക്കാൻ ഒരു ദൈവദൂതൻ വന്നാൽ മതി. എന്നാൽ കർത്താവ് പറയുകയാണ്, ഒരു 70,000 ദൂതന്മാരെയൊക്കെ എനിക്ക് ഇറക്കാൻ കഴിയും, വേണമെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ. നാടിനെ മാറ്റിമറിക്കും, ഉഴുതുമറിക്കുന്ന ദൂതന്മാർ. അങ്ങനത്തെ ഒരെണ്ണം ഇറങ്ങിയ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ. എന്നെ ഇത് ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും അറിയണം, നിനക്ക് നീതി ലഭിക്കുവാൻ കർത്താവ് എന്തും ചെയ്യും. നിന്നെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിന് എന്തും ചെയ്യാൻ കഴിയും. നീ സേവിക്കുന്ന കർത്താവിൻ്റെ വലിപ്പം അറിഞ്ഞു വേണം നീ കർത്താവിനെ ആരാധിക്കാൻ. ഇതൊരു കളിതമാശ പരിപാടിയല്ല. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെതിരെ ചിലർ പടവാൾ എടുക്കുമ്പോൾ ഓർത്തേക്കണം, കർത്താവിൻ്റെ സേനകൾ ഇറങ്ങുമെന്നുള്ള കാര്യം മറക്കരുത്. കർത്താവിന് ഒന്നും അസാധ്യമല്ല. അസാധാരണമായ ചില കാര്യങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ കണ്ണും പൂട്ടി കർത്താവിനെ വിശ്വസിക്കുവാൻ, കർത്താവിലേക്ക് കൂടുതൽ ആശ്രയം വെപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അവിടെ നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിലിരുന്നു അവരോട് പ്രസംഗിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം എത്രേ എന്ന് ജനമാർത്തു. ജനങ്ങൾക്ക് ഫുഡ് കിട്ടുന്ന ഈ നാട്ടിൽ നിന്ന് ഭക്ഷണം കിട്ടും. അതുകൊണ്ട് ഇവര് ഭയങ്കര, ഇത് ദേവനാണല്ലോ. ഈ ആൾക്കാർ നിങ്ങളെ വാനോളം പ്രശംസിക്കുമ്പോൾ ഓർക്കണം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചാണ്. പ്രസംഗമൊക്കെ വെറും ബോറായിരിക്കും, എങ്കിലും പറയും നല്ല സൂപ്പർ പ്രസംഗം എന്നൊക്കെ പറയും. എന്നാലല്ലേ അവരുടെ ദേശത്തിന് വേണ്ട കാര്യങ്ങൾ കിട്ടുള്ളൂ. അങ്ങനെ നിന്നെ ആരെങ്കിലും പൊങ്ങച്ചത്തിൽ ഉയർത്താൻ പ്രശംസിക്കാനായിട്ട് പോകുമ്പോൾ നീ പൊങ്ങിപ്പോകരുത്. അവിടെ ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമെന്ന് ആർത്തു. ആ പ്രസംഗം കേട്ടിട്ട് ഇത് ദേവനാണ് സംസാരിക്കുന്നത് എന്ന് ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അടുത്തത്, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ദൈവവചനം വിശാലപ്പെട്ടു ഈ ഒരു വിഷയത്തോടുകൂടി. യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന പത്രോസിനെ പിടിച്ച ഹെരോദാവ് ഉടനെ ആള് തട്ടിപ്പോയി. ഈ ഒരു വാർത്ത സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ കാലത്ത്, നമ്മുടെ സീസണിൽ ദൈവ രാജ്യത്തിനെതിരെ നിൽക്കുന്നവർക്കും സംഭവിക്കാം. അതുപോലെ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉള്ള സഭ വിശുദ്ധിയിലും വേർപാടിലും ദൈവശക്തിയിലും പ്രാർത്ഥനയിലും വചനധ്യാനത്തിൽ ഉറ്റിരിക്കുന്ന സഭയാണോ, ദൈവവചനം പരക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. ഇന്ന് നിങ്ങൾ നേരിടുന്ന വിഷയം കർത്താവിനെ പരിഹരിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. ഒരസാധ്യമായ ഒരു കാര്യത്തിലല്ല നിങ്ങളും ഞാനും. കർത്താവിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങേ ആശ്രയിക്കുന്നു, ഞങ്ങളങ്ങിൽ ചാരുന്നു, ഞങ്ങളങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്രയിക്കുന്നു. ഇന്ന് കേൾക്കുന്ന
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സൗഖ്യമാകട്ടെ. എല്ലാ പിശാചിൻ്റെ പദ്ധതികളിൽ നിന്ന് അവർ പുറത്തു വരണം. ദൈവകൃപ ഓരോ കുടുംബങ്ങളിലേക്ക് ഒഴുകിച്ചെല്ലട്ടെ. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും പിശാചുകൾ കൊട്ടിയടച്ചത് എല്ലാം തുറന്നു വരട്ടെ. കർത്താവിൻ്റെ ദൂതന്മാർ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങണമേ. ഞാൻ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കൃപ കൂടി ഇരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രയർ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇത് പ്രൈസ് ജനറേഷൻ്റെ പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഓരോ ദിവസവും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അതിനകത്ത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഞങ്ങളത് എടുത്ത് പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് തരണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞ് കൊച്ചുമക്കളായാലും ഞങ്ങൾ അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രൈസ് റിപ്പോർട്ടും മറുപടി കിട്ടിയതും കൂടി ഞങ്ങളെ അറിയിക്കണം. അതാണ് പത്രോസ് ചെയ്തത്. മതി പ്രാർത്ഥിച്ചത്, ഞാൻ പുറത്തു വന്നു. അങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി ഇടുക. മതി ബ്രദറെ പ്രാർത്ഥിച്ചത്, മറുപടി ലഭിച്ചു എന്നുള്ള വാർത്ത കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് അയച്ചു കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്യണം. ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി നിങ്ങൾ നിൽക്കുവാൻ ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് കാണാം. ആമേൻ. അങ്ങെപ്പോലെ ആരുണ്ട് നന്മ ചെയ്യും കർത്തനെ, അങ്ങിൽ മാത്രം ചാരുന്നേ എന്നേശുവേ. അതെ കർത്താവ്, അങ്ങെപ്പോലെ ആരുണ്ട് നന്മ ചെയ്യും കർത്തനെ, അങ്ങിൽ മാത്രം ചാരുന്നേ എന്നേശുവേ. നീ മാത്രം എൻ ജീവനിൽ ആധാരമായെന്നും എന്നും, അങ്ങില്ലാതെ ജീവിതം ശൂന്യത മാത്രമേ. നീ മാത്രം എൻ ജീവനിൽ ആധാരമായെന്നും എന്നും, അങ്ങില്ലാതെ ജീവിതം ശൂന്യത മാത്രമേ. El Shaddai ആരാധന, Elohim ആരാധന, Adonai ആരാധന, യേശുവ ആരാധന, El Shaddai ആരാധന,